എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് വെഡിങ് ആനിവേഴ്സറി ആണ്. എന്താന്നല്ലേ ഫസ്റ്റ് ഡേ ഓഫ് വെഡിങ് ആനിവേഴ്സറി? ഞങ്ങൾക്ക് 3 വെഡിങ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ റിലീജിയൻ ആയതുകൊണ്ടും ലവ് മാരേജ് ആയതുകൊണ്ടും നമ്മൾ ഹിന്ദു സ്റ്റൈലിലും ക്രിസ്ത്യൻ സ്റ്റൈലിലും പിന്നെ നമ്മളുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്, പിന്നെ അവരുമായിട്ട് ചെറിയൊരു ഡിന്നർ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റിമേറ്റ് ഈവനിങ് വിത്ത് ആർ ലവ്ഡ് വൺസ്. കേട്ടിട്ടില്ലേ? സ്നേഹവും സൗഹൃദവും നിറഞ്ഞൊരു സായനം. സിമ്പിൾ ആൻഡ് ഹംബിൾ. ബ്യൂട്ടിഫുൾ അല്ലേ? അങ്ങനെ ഞങ്ങൾ 10 വർഷമായിട്ടാണ് അതെ, ഞങ്ങൾ 10 years ആയി പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് 2 years ആയി. ടൈം ഫ്ലൈസ് സോ ഫാസ്റ്റ് അല്ലേ? ബട്ട് എങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെയും കൂടെ ഉള്ള ഒരു മൊമെൻറ്റ്സ് ആണ് നമ്മൾക്ക് ലൈഫിൽ പിന്നീടാണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു പ്രഷ്യസ് മൊമെൻറ്റ്സ് എന്ന് പറയാം. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ് ഇൻ മൈ ലൈഫ്. ലവ് ഗ്രോസ് സ്ട്രോങ്ങർ വിത്ത് എവ്രി ഇയർ. അങ്ങനെയല്ലേ? ടുനൈറ്റ് ഞങ്ങൾ ആനിവേഴ്സറി മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ദ ബ്യൂട്ടിഫുൾ ജേർണി ഓഫ് ടുഗദർനെസ്. അതിലെല്ലാം വരും കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വഴക്കും ലവും ഹാപ്പിനെസ്സും, അങ്ങനെ എല്ലാം. കൂടുതൽ സാഹിത്യം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് കുറേ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. പല ആൾക്കാരാണ് ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങിയത് ലസാനിയാണ്. ചേച്ചി അടിപൊളിയൊരു കുക്കാണ്. ചേച്ചിയുടെ വക സ്പെഷ്യലായിരുന്നു ഇന്ന് ലസാനിയ. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടർ തന്നെ അടിപൊളിയായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ലസാനിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെയിൻ ഡിഷ് എടുത്തു, ചിക്കൻ മപ്പാസ് ആൻഡ് ഇടിയപ്പം. ഇത് മാത്രമല്ല, നമ്മുടെ വേറൊരു ഫ്രണ്ട് ശാന്തിനി ചേച്ചിയുടെ വക ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് രുക്കും ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിക്കുന്നത്. ബിക്കോസ് ആ കറി ഒന്ന് കുറുക്കി കിട്ടാൻ എൻ്റെ ഈശ്വര ഞങ്ങൾ ശരിക്കും നല്ല പാടുപെട്ടു. ബട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഹാപ്പിയായി. തീർന്നിട്ടില്ല. ലാസ്റ്റ് രുക്കിൻ്റെ വക ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു, മാംഗോ ചിയ സീഡ് പുഡിങ്. അതെല്ലാം കഴിച്ച് വി സെലിബ്രേറ്റഡ് ആ സ്പെഷ്യൽ ഡേ വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് ഫൺ. അപ്പോൾ ശരി, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം. ബൈ.